എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിയമം സേവനാവകാശ നിയമം. സേവനാവകാശ നിയമമാണ് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിയമം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ലോക്പാൽ. ലോക്പാലാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. രാജ്യത്ത് ആദ്യമായി ഡ്രോൺ ഫോറൻസിക് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. രാജ്യത്ത് ആദ്യമായി ഡ്രോൺ ഫോറൻസിക് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് രാജ്യത്ത് ആദ്യമായി ഡ്രോൺ ഫോറൻസിക് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പേരിന് പിന്നാലെയുള്ള ജാതിപ്പേര് നീക്കാൻ ഉത്തരവ് നൽകിയ സംസ്ഥാനം. പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പേരിന് പിന്നാലെയുള്ള ജാതിപ്പേര് നീക്കാൻ ഉത്തരവ് നൽകിയ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനമാണ് പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പേരിന് പിന്നാലെയുള്ള ജാതിപ്പേര് നീക്കാൻ ഉത്തരവ് നൽകിയ സംസ്ഥാനം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ് പയ്യാമ്പലം ബീച്ച് റോഡ്. കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ച് റോഡാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വൈസ്രോയി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു. ലിൻ ലിത്കോ പ്രഭുവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വൈസ്രോയി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിൽ. നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. ഗവി മ്യൂസിയത്തിലാണ് ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം മിഠായി തെരുവ്. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലമാണ് മിഠായി തെരുവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. ചെമ്മീനാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം. ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം ഏത്? ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം ഏത്? യക്ഷഗാനം. യക്ഷഗാനമാണ് ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം പോച്ചംപള്ളി. പോച്ചംപള്ളിയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചതാര്? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചതാര്? ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ്. ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം മിതാലി രാജ്. മിതാലി രാജാണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. PT ചാക്കോയാണ് കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്.
മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആരാണ്? മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവി. വക്കം മൗലവിയാണ് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏത്? 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏത്? അമൃതം തേടി. അമൃതം തേടി എന്ന നോവലാണ് 1857 വിപ്ലവത്തെ അടിസ്ഥാനമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ. ആരാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്? ആരാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്? ഡേവിഡ് വാറൻ. ഡേവിഡ് വാറനാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്. ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്നത്. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം? ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-11. GSAT-11 ആണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം വെള്ള. വെള്ള നിറത്തിലാണ് ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നത്. ലിജാഹത്തുള്ള മുഹമ്മദീയ അസോസിയേഷൻ സ്ഥാപിച്ചത്? ലിജാഹത്തുള്ള മുഹമ്മദീയ അസോസിയേഷൻ സ്ഥാപിച്ചത് വക്കം മൗലവി. വക്കം മൗലവിയാണ് ലിജാഹത്തുള്ള മുഹമ്മദീയ അസോസിയേഷൻ സ്ഥാപിച്ചത്. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം? മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം. കാർട്ടൂണിസ്റ്റ് ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാർട്ടൂണിസ്റ്റ് ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൃഷ്ണപുരം. കൃഷ്ണപുരത്താണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക പക്ഷിരോഗനിർണയ ലാബ്? കേരളത്തിലെ ഏക പക്ഷിരോഗനിർണയ ലാബ് മഞ്ഞാടി. പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞാടിയിലാണ് കേരളത്തിലെ ഏക പക്ഷിരോഗനിർണയ ലാബ്. സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ? സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരി. പി രാജഗോപാലാചാരിയാണ് സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം രാജയോഗമാണെന്ന് അഭിപ്രായപ്പെട്ടത്? മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം രാജയോഗമാണെന്ന് അഭിപ്രായപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗികൾ. ബ്രഹ്മാനന്ദ ശിവയോഗികളാണ് മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം രാജയോഗമാണെന്ന് അഭിപ്രായപ്പെട്ടത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി. ഏറ്റ് മാറ്റ് എന്നീ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഏറ്റ് മാറ്റ് എന്നീ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ഏറ്റ് മാറ്റ് എന്നീ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽപ്പെടുന്നു? ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽപ്പെടുന്നു? കേരള ഹൈക്കോടതി. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത്? അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നത്. ഏതവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഏതവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം?
ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം. ട്രോപ്പോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് ട്രോപ്പോപോസ്. ട്രോപ്പോപോസ് ആണ് ട്രോപ്പോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത്. മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം ഏത്? മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരമാണ് മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം. മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി. മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ്. പോത്തൻ ജോസഫാണ് മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ സുനിധി സോളമൻ. ഡോക്ടർ സുനിധി സോളമനാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ. ലിംക ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിംക ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ചെസ് എന്ന കായിക ഇനവുമായിട്ടാണ് ലിംക ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ സെക്ടർ. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ സെക്ടർ സർവീസസ്. സർവീസസ് സെക്ടറാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ സെക്ടർ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമേത്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളി. യൂസ്റ്റേക്കിയൻ നാളിയാണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. പ്രേരക ആവേഗങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തുപോകുന്നത് എന്തിലൂടെയാണ്? പ്രേരക ആവേഗങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തുപോകുന്നത് എന്തിലൂടെയാണ്? വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ടിലൂടെയാണ് പ്രേരകാവേഗങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തുപോകുന്നത്. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? 3. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് രാഷ്ട്രപതിക്ക് അവകാശമുള്ളത്. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസം. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസം അതിദ്രവത്വം, സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതിദ്രവത്വമാണ് വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജമാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജമാണ് ത്രഷോൾഡ് എനർജി. ത്രഷോൾഡ് എനർജി എന്നാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം അറിയപ്പെടുന്നത്. അടുക്കി വച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകൾ അടുക്ക് തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നത്. അടുക്കി വച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകൾ അടുക്ക് തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നത് നിശ്ചല ജഡത്വം. നിശ്ചല ജഡത്വമാണ് അടുക്കി വച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകൾ അടുക്ക് തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ സഹായിക്കുന്നത്. ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയിൻ. ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയിനാണ് ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത്. ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം. ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം പ്രതലബലം. പ്രതലബലം മൂലമാണ് ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമാകുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.